അരുവിക്കര മണ്ഡലത്തിൽ കുടുംബയോഗത്തിനെത്തിയ മുഖ്യമന്ത്രിയുടെ മുൻപിൽ പരാതികളുമായി വോട്ടർമാർ. ജനസമ്പർക്കത്തിന്റെ പാതയിൽ ചികിത്സാ ധനസഹായ പരാതികളായിരുന്നു ഏറിയ പങ്കും. ഞങ്ങൾ സാധ്യം സാറിനെന്ന് പറയും വോട്ടിടുന്നു, പക്ഷേ ഒരു സഹായത്തിന് ഒരു പേപ്പർ എഴുതി തരാൻ ആൾ പറ്റൂല. ആര്യനാട് കോട്ടയ്ക്കകത്ത് മുഖ്യമന്ത്രി കുടുംബയോഗത്തിനെത്തിയപ്പോൾ പരാതിയുമായി എത്തിയവരിൽ ഒരാളുടെ വാക്കുകളാണിത്. ഹൗസിംഗ് ബോർഡിന്റെ പൊട്ടിപ്പൊളിഞ്ഞ വീട് നന്നാക്കാൻ സഹായം നൽകണമെന്നായിരുന്നു ആവശ്യം. ചികിത്സാ സഹായവും ധനസഹായവും തന്നെയാണ് പരാതിയുമായി മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തുന്ന ഭൂരിഭാഗം പേരുടെയും ആവശ്യം. എൻ്റെ കൊച്ച് 12ാം ക്ലാസ്സിലുണ്ട്, അവളെ ഒന്ന് പഠിപ്പിക്കും. കാർത്തിക സാർ പറഞ്ഞിട്ട് അതേപോലെ എൻ്റെ കൊച്ചു നിന്ന് അവൻ ജയിക്കണമെങ്കിൽ അവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ സഹായം എല്ലാവരും എനിക്ക് സഹായിക്കും. ഞാൻ സാറിന് താമസിക്കുന്ന വീട്ടിൻ്റെ ഫോട്ടോ എല്ലാം എടുക്കും. 13ാം തീയതി അവിടെ കൊണ്ട് തിരുവനന്തപുരത്ത് തന്നിരുന്നു. സാറ് പറഞ്ഞു കളക്ടർ സാറിന് കൊടുക്കാൻ പറഞ്ഞു. ഇപ്പോൾ സാറ് പറഞ്ഞു അത് പിന്നീട് തീരുമാനിക്കാമെന്നൊരു വാക്ക് പറഞ്ഞു. പലരും ജനസമ്പർക്ക പരിപാടിയിലെത്തി സമാന പരാതി നേരത്തെ ഉന്നയിച്ചവരുമാണ്. പരാതികളെല്ലാം ശ്രദ്ധയോടെ കേട്ട ശേഷം പരിഹാരമുണ്ടാക്കാമെന്ന മറുപടി നൽകിയാണ് മുഖ്യമന്ത്രി മടങ്ങുന്നത്. ഇതുവരെ 18 കുടുംബയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി പ്രസംഗിച്ചത്. വരും ദിവസങ്ങളിലും മുഖ്യമന്ത്രി കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. റിപ്പോർട്ടർ, അരുവിക്കര.